പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആരാധനയിൽ ജീവിതം സമർപ്പിച്ചവരും പ്രാർത്ഥിക്കുന്നവരും ഇത് ഓൺലൈനിലൂടെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൃപയും ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. ഒരു വിചിന്തന വിഷയം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ കുലീനമായിട്ട് എങ്ങനെ അഭിമുഖീകരിക്കാമെന്നതിനെ പറ്റിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്ന് അതിൻ്റെ മറ്റൊരു രൂപം കാണുകയാണ്. അതായത് വിശ്വാസപൂർവം ഇതിനെ അഭിമുഖീകരിക്കാം എന്നതിനെ പറ്റിയുള്ള ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമുള്ള ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൽ അപാരമായ ദുഃഖത്തിലും ഏകാന്തതയിലും കഴിയുന്നവരെ ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കട്ടെ. കൂടെ നടന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിയട്ടെ. ഇമ്മാനുവേലാണല്ലോ നീ. കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ അനുഭവം അവരനുഭവിക്കുവാൻ, അവർ കുലീനമായി തങ്ങളുടെ ജീവിതഭാരത്തെ ഏറ്റെടുത്ത് ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതു ദുഃഖവും ആകുലതയും നിൻ്റെ സാന്നിധ്യത്തിൽ, നിൻ്റെ അധികാരമുള്ള കരത്തിൻ കീഴിൽ അത് ശക്തമായി സൗഖ്യപ്പെടുമെന്നുള്ള വിശ്വാസം അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ദുഃഖിച്ചു കഴിയുന്ന എല്ലാവരെയും മാനസികമാകാം, ശാരീരികമാകാം, കുടുംബപരമാകാം, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളാകാം, ഏതും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കുരിശുകൾ വിശ്വാസപൂർവം സ്വീകരിക്കുക എന്നൊരു വസ്തുതയുണ്ട്. അതായത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ വിശ്വാസപൂർവം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിൽ നമ്മൾ കാണുന്നതിനപ്പുറം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ചില കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ജോസഫിനെ സഹോദരങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഈ ജോസഫിനെ ദൈവം ഉയർത്തി ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി. എല്ലായിടത്തും ക്ഷാമം നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ധാന്യം മേടിക്കാൻ പോകുന്ന ഒരു ചിത്രം പുറപ്പാട് പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് കുറിക്കുന്ന ഒരു വചനം ഇപ്രകാരമാണ്. അദ്ദേഹം പറയുന്ന വചനം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള വളർത്തിയത്, അദ്ദേഹത്തിൻ്റെ മനോഭാവം. അതായത് സഹോദരന്മാർ വന്ന് മുമ്പിൽ നിന്ന് ധാന്യം വേണമെന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞതിനു ശേഷം അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ എന്നെ വിറ്റെങ്കിലും ഇത് ദൈവം ചെയ്തതാണ്. നിങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്നെ നിയോഗിച്ചതാണ്. എത്ര കുലീനവും മഹത്വപൂർണവുമായ മനോഹരമായ ഒരു ദൈവിക ചലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആ മൊഴിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതായത് ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചത് മുഴുവനും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്നുള്ള സത്യം. എന്തോ നമുക്കറിയാൻ പാടില്ലാത്ത ഏതോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മളെ വിശ്വാസപൂർവ്വം ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള വലിയ ഒരു ഇടപെടലുകൾ എന്ന് നാം തിരിച്ചറിയണം. അതായത് ജീവിതത്തിൽ നേരിടുന്ന അനുഭവങ്ങൾ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചതാണെന്നുള്ള ബോധ്യം നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ വിശ്വാസപൂർവ്വം വീക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ സാരമെന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ എനിക്കറിയാൻ പാടില്ലാത്ത ദൈവികമായ കരമുണ്ട്. അത് തെളിഞ്ഞു തന്നെ വരും. അതോടൊപ്പം തന്നെ ഇത് ദൈവത്തിൻ്റെ നിശ്ചയം മാത്രവുമാണ്.
അതുകൊണ്ടാണ് അവിടുന്ന് അരുളി ചെയ്തത്, നിന്റെ തലയിലെ ഒരു മുടിയുടെ ഇഴ പോലും ഞാനറിയാതെ പൊഴിയുന്നില്ല എന്ന്. ഇത്തരത്തിലുള്ള ആ വിശ്വാസത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. അത്യുന്നതന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ പ്രതിഷ്ഠിതമായ നിത്യം ആരാധന നടക്കുന്ന ഈ ബലിപീഠത്തിൽ നിന്നും വലിയ കൃപയൊഴുകി ലോകം മുഴുവനും ഇത് വിശുദ്ധീകരിച്ച് കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിന്റെ കനലായ ദിവ്യകാരുണ്യം ഈ ലോകത്തിന്റെ എല്ലാ തിന്മയുടെ ശക്തികളും കത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എരിയിക്കട്ടെ, തിന്മ വിട്ടുപോകട്ടെ. കുടുംബങ്ങളെ വിഴുങ്ങുന്ന, വ്യക്തികളെ വിഴുങ്ങുന്ന സ്വാർത്ഥതയുടെ, അതോടൊപ്പം തന്നെ പദാർത്ഥോന്മുഖമായ ജീവിതത്തിന്റെ, അതോടൊപ്പം തന്നെ ഈ അഹങ്കാരത്തിന്റെ, അസൂയയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, അകൽച്ചയുടെ, ഞാനെന്ന ഭാവത്തിന്റെ ആ തിന്മ മുഴുവനും കത്തി ചാമ്പലായി തീരട്ടെ. രാജ്യങ്ങൾ, യുദ്ധങ്ങൾ, അതോടൊപ്പം തന്നെ കലഹങ്ങൾ, ഇങ്ങനെ ഇത്യാദിയുള്ള നെഗറ്റീവ് പൈശാചികമായ എല്ലാ പ്രവണതകളും ഈ ആരാധനയിലൂടെ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന, ഈ ആരാധനയിൽ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോരുത്തരെയും, ഈ പ്രാദേശികമായി ഇതിൽ ഉൾച്ചേരുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ കണ്ണുകളിലൂടെ നിങ്ങളെ കർത്താവായ ഈശോ, ഉത്ഥിതനായ ദൈവം, ക്രൂശിതനായ നമ്മുടെ നല്ലിടയനായ ഈശോ നിങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കട്ടെ. തിരുഹൃദയത്തിന്റെ വലിയ കൃപ കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധി അമ്മ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാ, താണുവണങ്ങിടാ, ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും നിങ്ങളിൽ വന്ന് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേ